ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. പലർക്കും അറിയില്ല 45 വർഷം സിനിമയിൽ എത്തിയിട്ടെന്നുള്ളത്. 1978 ആദ്യത്തെ പടം അല്ലെ? ഷൂട്ടിംഗ്. എനിക്ക് തോന്നുന്നു മണിസ്വാമിയുടെ പടമാണ്. അതെ, രാജൻ പറഞ്ഞ കഥ. എങ്ങനെയാണ് ആ സിനിമയിലേക്ക്, അത് പക്ഷേ ആദ്യത്തെ സിനിമയായിരുന്നു, എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു എൻട്രി? എങ്ങനെ? ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അതിന്റെ ഷൂട്ടിംഗ് കൽപ്പറ്റ നമ്മുടെ MP വീരേന്ദ്രകുമാറിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയതാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ വീരേന്ദ്രകുമാറിന്റെ വീട്ടിൽ നമുക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. നമ്മൾ ചെറുപ്പം മുതൽ അറിയുന്ന വീട്ടുകാരാണ്. അപ്പം നമ്മുടെ വാപ്പയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഷൂട്ടിംഗ് കാണാൻ അവിടെ പോയി. അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക് ടൈമിലൊക്കെ നമ്മുടെ അവിടുത്തെ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ കുറേ കളരി അഭ്യാസവും ഇതൊക്കെ നമ്മളിങ്ങനെ സിനിമാക്കാരെ കാണിക്കാൻ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്ത് മണിസ്വാമി കണ്ടു. മണിസ്വാമി കണ്ട് വിളിച്ച് ഞങ്ങൾ വൈകുന്നേരം പോരുന്നതിന് മുന്നേറ്റ് വിളിച്ചിട്ട് വെച്ചിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. കേട്ടത് പിന്നെ സന്തോഷമല്ലേ. അങ്ങനെ പിറ്റേ ദിവസം പോയി ഫസ്റ്റിൽ തന്നെ ഒരു സീൻ എടുത്തത് പറഞ്ഞാൽ ഒരു ചായക്കടയിൽ പപ്പുവേട്ടൻ്റെ കുതിരട്ടൻ പപ്പുവേട്ടനോ ഉള്ള സീനിൽ പുള്ളിയുടെ വേഗത്ത് സമാവർന്ന് ചുടലെടുത്തിട്ട് മേത്ത് ഒഴിക്കുന്ന പോലീസുകാരോ അങ്ങനെ അവരെ അടിച്ചു കൂട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നൊരു സീന്. പിന്നെ അത് കഴിഞ്ഞ് ഉരുട്ടുന്ന രാജനെ ഈ കമ്പി വെച്ച് ഉരുട്ടുന്ന സീനൊക്കെ പോസ്റ്ററിൽ വന്നു ഫസ്റ്റ് സിനിമയിൽ. അപ്പൊ അതിലേക്ക് ഒരു ആകർഷണം വന്നു. അപ്പൊ മണിസ്വാമിയായിട്ട് പൊന്നമ്മ ചേച്ചിയൊക്കെ ആയിട്ട് നല്ല അടുപ്പമായി. അങ്ങനെ ആള് മദ്രാസിലേക്ക് പോയി. ഒരു പ്രാവശ്യം മദ്രാസ് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അത് ഒരു ഇന്റർനാഷണൽ കരാട്ടെ ടൂർണമെന്റ് അവിടെ ചെന്നൈയിൽ പഴയ മദ്രാസ് നടക്കുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ സുഹൃത്തും എല്ലാം കൂടി ഞങ്ങൾ അങ്ങനെ അവിടെ പോയി. അവിടെ ആകെ അറിയുന്ന അഡ്രസ്സ് പൊന്നമ്മ ചേച്ചിയുടെ മണിസ്വാമിയുടെ സിനിമയുടെ ഉസ്മാൻ റോഡിലുള്ള വീട് അഡ്രസ്സ് ഉണ്ട്. അഡ്രസ്സ് വെച്ച് ഞങ്ങൾ ഇങ്ങനെ വീട് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരു ബൂത്തിൽ ഫോൺ ബൂത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അന്ന് ടെലിഫോൺ ബൂത്തായിട്ടാണ്. ആ ബൂത്ത് ഇങ്ങനെ അതിൽ ആ ബോക്സിനുള്ളിൽ ഇരുന്നിട്ട് ഫോൺ ഒരു മീശൊക്കെ വെച്ചിട്ട് വിജയൻ എന്ന് പറഞ്ഞ നടനുണ്ട്, പുള്ളിയുടെ സീൻ എടുത്തോണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വഴി എവിടെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മലയാളം അറിയുന്ന അന്ന് തമിഴരൊക്കെ കൂടുതലുള്ളൂ, മലയാളികളൊക്കെ കുറവാണ് അവിടെ. അപ്പം ഇയാളെ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് ചോദിച്ചു ഇങ്ങനെ. പുള്ളി കുറച്ച് മുന്നോട്ട് വന്നിട്ട് ആ ഫസ്റ്റ് അവിടുന്ന് രണ്ടാമത്തെ ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഫസ്റ്റ് വീടാണ് എന്നൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെയാണ് അവിടെ പോകുന്നത്. അവിടെ പോയിട്ട് ഇപ്പോൾ ഈ കരാട്ടെ ടൂർണമെൻറ്റ്, ഇന്റർനാഷണൽ കരാട്ടെ ടൂർണമെൻറ്റ് നടന്നിട്ട് ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ മൂന്നാളും എൻ്റെ അടുത്ത റാങ്ങളിലെ ബ്രൂസ്ലി, ജിം കെല്ലി, ജോൺ സാക്സൺ, ഈ മൂന്നാൾക്കാരാണെന്ന് ഞങ്ങളുടെ മനസ്സിലെ സങ്കല്പം. അങ്ങനെ ഞങ്ങൾ അതിന് പോകുന്നത്. ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മണിസ്വാമി പറഞ്ഞ് എനിക്കിതിനെ പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. നമ്മുടെ മാധവൻ ചേട്ടനുണ്ട്, TP മാധവൻ ചേട്ടൻ ഇങ്ങനെ സാമിസ് ലോഡ്ജിലുണ്ട്. അപ്പം പുള്ളിയുടെ പിന്നെ അഡ്രസ്സ് തന്നു. പുള്ളിയുടെ അടുത്ത് പോയി കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ മീൻപാട്ട് ഹൗസിലൊരു രാംകുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാണ്. അയാളെ പരിചയമുണ്ട്. അങ്ങനെ അയാളെ വിളിച്ചു. അപ്പോഴാണ് നമ്മളോട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വന്നിട്ട് അങ്ങനെ മത്സരിക്കാനൊന്നും പറ്റൂല, നമ്മൾ ഇന്ത്യൻ്റെ പേരിലേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ്റെ പേരിലാണ് നിങ്ങൾ കേരള ടീമിൽ വരണം. കേരള ടീമിൽ വന്നിട്ട് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മളെപ്പോഴും പറയുന്നത് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, ആരോട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, അത് ജയിച്ചാൽ എടുത്താൽ മതി എന്നൊക്കെയുള്ള അഭിപ്രായത്തിൽ. അപ്പോൾ അവസാനം പിന്നീട് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ കാര്യം എന്നാണ്. അപ്പോൾ ലാസ്റ്റിൽ അവരവിടുന്ന് ആ ടൂർണമെൻറ്റിൻ്റെ പരിപാടിക്ക് നമുക്ക് VIP ഗാലറിയിൽ തന്നെയുള്ള പാസ്സൊക്കെ അനുവദിച്ച് അങ്ങനെ പാസ്സൊക്കെ എടുത്ത പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി. പിന്നെ അതിനുശേഷമാണ് കുന്ന് എന്ന് പറഞ്ഞൊരു സിനിമ മണിസ്വാമി ഡയറക്റ്റ് ചെയ്യുന്നത്, ഷൊർണൂര്. ആ സിനിമയിൽ സുകുമാരേട്ടൻ തന്നെ ഹീറോ ആയിട്ടുള്ള, മറ്റൊന്നും സുകുമാരേട്ടൻ ആദ്യമായിട്ട് ഹീറോ ടൈമിൽ നിൽക്കുന്ന പടമാണ്. അപ്പോൾ രണ്ടാമത് സുകുമാരേട്ടൻ്റെ ആ പടം പിന്നെ പതി വെച്ച് പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നുപോയി. അങ്ങനെ അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നീട് വന്നതാണ് പുരാവൃത്തം 86 ലീൻ രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിലിടയ്ക്ക് ഞാൻ കോഴിക്കോട് വെച്ചിട്ട് രാജൻ ചേവായൂർ
ഡയറക്റ്റ് ചെയ്ത് ദൈവസായ ലക്കി സെന്റർ എന്നുള്ളതിൽ ഒരു പോലീസ് ഓഫീസറെ വേഷം ചെയ്തു. പിന്നെ കേളി എന്ന് പറഞ്ഞ സിനിമയില് ഭരതേട്ടൻ്റെ കേളിയില് ഒരു ഗുസ്തി പിടിക്കുന്ന ഇന്നസെന്റ് കോമ്പിനേഷനിൽ അങ്ങനത്തെ ഒരു സീൻ ചെയ്തു. ഇത് പിന്നെ പുരാവർത്തനത്തിൽ കുറച്ച് ത്രൂ ഔട്ട് ഓംപുരി, മുരളിച്ചേട്ടൻ, അതുപോലെ ഇയാള് പിന്നെ MS തൃപ്പൂണിത്തറ വലിയൊരു ജന്മി, അയാളുടെ ഒരു അടിയാളായിട്ട് നമ്മളങ്ങനെ അങ്ങനെയുള്ള സീക്വൻസ് ഓംപുരിയായിട്ട് ഫൈറ്റും കാര്യമൊക്കെ അങ്ങനെയുള്ളൊരു റോൾ കിട്ടി. അപ്പൊ പിന്നെ ഒരു ആവേശം വന്നു, കാരണം സിനിമയാണ് നമ്മുടെ വഴി, ആ സിനിമയിലേക്ക് വരും എന്നുള്ള. അപ്പോഴും ജോലി തുടർന്ന് പോകുന്നുണ്ട്. അപ്പോഴും 79 പോലീസ് ചേർന്ന് ആ സമയത്ത് ഞാനൊരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങാടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ദാസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷനിൽ ഒരാളുണ്ട്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ വീട്ടിലെ അടുത്ത് അന്ന് ഫോണില്ല, BP കോളാണ്. വിളിച്ച് പറഞ്ഞു ഇങ്ങനെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ട്രെയിൻ സമയത്ത് യാതൊരു മാർഗമല്ല. അത് ആ ഒരു ഫൈറ്ററാണ് പിന്നെ ആ സീൻ ചെയ്തത്. ആ ഒരു ഗോഡൌണിൽ ജയനുമായിട്ടുള്ള ഒരു ഫൈറ്റ്, അരി ഗോഡൌണിലുള്ള ആ സീനിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരുന്നത്. ജയനെ കാണാൻ പറ്റുമോ? ജയനെ കണ്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ജയനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മഹാറാണിയിലാണല്ലോ എല്ലാവരും ക്യാമ്പ്. പിന്നെ ശശിയേട്ടന് ആയിട്ട് പിന്നെ പരിചയപ്പെട്ടു. ശശിയേട്ടൻ്റെ ഒരുപാട് പടങ്ങളിൽ പിന്നീട് അഭിനയിച്ചു. പുരാവർത്തനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഒരു നല്ലൊരു ചേഞ്ച് കിട്ടുന്ന പറഞ്ഞാൽ ജയരാജ് സാറിന്റെ. അതെ, അതെനിക്കറിയാം. ജോണി വാക്കർ. എനിക്ക് തോന്നുന്നു അവിടെ വെച്ചായിരിക്കണം മമ്മൂക്ക ആദ്യം കാണുന്നത്. അതെ. എങ്ങനെയായിരുന്നു ആദ്യത്തെ അദ്ദേഹമായിട്ടുള്ള ഒരു മീറ്റിംഗ്? അത് പറഞ്ഞുതരാം. ഇത് അതിലേക്ക് കയറിയത് പറയാം. ഇതെനിക്കൊരു കാർഡ് വരെയത് ഒരു എൻ്റെ, അതായത് ബോഡി ബിൽഡിങ്ങിൽ എൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ട് ആ അതിലെ നമ്പർ നോക്കിയിട്ട് അഡ്രസ്സ് നോക്കിയിട്ട് ജയരാജ് സാർ ഒരു കാർഡ്, ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന ദിവസം പിന്നെ ഒരു ഇന്റർവ്യൂവിന് കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള എൻ്റെ വീട്ടിൽ വരണം എന്നൊക്കെ എഴുതിയിട്ട് ഒരു പോസ്റ്റ് കാർഡ്. ആ കാർഡ് പിടിച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായില്ലേ. നേരെ പോയി. ഞാൻ അവിടുന്ന് കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്കമാലി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വഴിയിൽ ഒരാൾ കയറി വന്ന് അടുത്ത സീറ്റിലിരുന്ന് കുറേ നേരം. വലിയൊരു ജനബാഹുവായ ഒരു മനുഷ്യൻ അയാൾ ഇരിക്കുന്നുണ്ട്. അയാൾ സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എങ്ങോട്ടേക്കാണ്. ഞാൻ പറഞ്ഞ കോട്ടയം വരെ. ഞാനും കോട്ടയം, ഞാൻ കോട്ടയത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിന് പോണ്. ഞാനും പോകുന്നുണ്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂവിന് പോയി. ജയരാജ് സാറിൻ്റെ അടുത്ത് പോയ മറ്റേ ഹക്കീം എന്ന് പറഞ്ഞ അസിസ്റ്റന്റ്, പുള്ളി എല്ലാം കൂടി പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇതൊക്കെ ആക്കി ഫിക്സ് ചെയ്ത്. എൻ്റെ കൂടെ വന്ന ആള്, അയാൾക്ക് സെലക്ഷൻ കിട്ടിയില്ല. അല്ല സ്ഫടികം ജോർജ്. ജോണി വാക്കറിൽ പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരും സംസാരിക്കാൻ വയ്യാത്തൊരു പയ്യൻ ഏലിയാസ് എന്ന് പറഞ്ഞ അവന് അങ്ങനെ ഒരു ഗ്യാങ്. ശരിക്കും ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്തൊരു ലൊക്കേഷനായിരുന്നു. മമ്മൂക്കി വൈകുന്നേരം ആശ്രയ ഹോട്ടല് മറ്റേ ബാംഗ്ലൂർ വൈകുന്നേരം ടെറസിൻ്റെ മുകളിൽ പിള്ളേരെല്ലാവരും എന്നിട്ട് പാട്ടും മിമിക്രിയും പരിപാടികളും അങ്ങനെ നല്ലൊരു മമ്മൂക്കി അതിലെല്ലാം കൂടുമായിരുന്നു. പിന്നെ സാമി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അവന് അങ്ങനെ വില്ലൻ കഥാപാത്രം. അതെ, അതിന്റെ മെയിൻ വില്ലന് DD എന്ന് പറയുന്ന അയാൾ ബോംബെയിലുള്ള ഒരു ഒറിജിനൽ വില്ലൻ അയാളുണ്ട്. അങ്ങനെ ആ പടം അഭിനയിക്കുന്നത്. അപ്പൊ മമ്മൂക്കനെ പല സ്ഥലത്തും ഇങ്ങനെ കൽപ്പറ്റയൊക്കെ വയനാടൊക്കെ ഷൂട്ടിന് വന്നപ്പോൾ ദൂരം നിന്നൊക്കെ കണ്ടിട്ടുണ്ട്, ഇടപഴകാൻ പറ്റിയിട്ടില്ല. ജോണി വാക്കറിനാണ് ശരിക്കും നേരിട്ട് കാണുന്നത്. കഴിഞ്ഞപ്പോൾ എന്താ പറയേണ്ടത്, അത് ഫസ്റ്റ് തന്നെ ഒരു സാധാരണ എല്ലാ മറ്റുള്ള നടന്മാരെ കാണുന്നതിനേക്കാൾ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര സ്ഥാനം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. മമ്മൂക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ള ഇടപഴക്കും നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ഫീൽ ചെയ്ത്. ബാംഗ്ലൂർ വലിയൊരു പള്ളി പോലത്തെ ഒരു വലിയൊരു ഹാളില് അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് ഒരുമിച്ചിട്ടുണ്ട്. പറഞ്ഞോ സംസാരിച്ച് പരിചയപ്പെട്ട്. അപ്പൊ അന്ന് ഞാൻ മിസ്റ്റർ ഇന്ത്യ 2ാം പ്രാവശ്യം മത്സരത്തിന് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇതിലെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കട്ട് ബനിയനും. അപ്പൊ നല്ല ശരിക്കും ഇങ്ങനെ ആരും ശ്രദ്ധിക്കും, അത് ഭയങ്കര നോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ തുടങ്ങിയ ബന്ധം മമ്മൂക്കയായിട്ട്. അല്ല, എനിക്ക് ഞാൻ നോക്കണം അപ്പൊ താങ്കളുടെ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയായിട്ടാണ്. ഭയങ്കര സൗഹൃദം ഉണ്ടല്ലേ, സ്നേഹബന്ധം. എന്താണ് അദ്ദേഹമായിട്ടുള്ള സിനിമ മാത്രമല്ല, ഞാൻ പറഞ്ഞത് സിനിമ എല്ലാദ്യം മമ്മൂക്ക ചില സമയത്ത്
നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പുള്ളി തിരക്കിലായിരിക്കും, എടുക്കില്ല. അപ്പം 2-3 പ്രാവശ്യം നമ്മൾ വിളിച്ചാലും ചിലപ്പോൾ എടുക്കലുണ്ടാവില്ല. പക്ഷെ പുള്ളി നല്ല സമയം കിട്ടി ഇതായിട്ട് സംസാരിക്കാൻ നല്ല ടൈം നോക്കിയിട്ട് പുള്ളി ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും, കുടുംബകാര്യങ്ങളും, സിനിമയും അതുപോലെ പുതുകാര്യങ്ങളും എല്ലാം. ഇപ്പം ഈ അടുത്തിപ്പം വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിനൊക്കെ പറഞ്ഞ് വിളിച്ച് ഓരോ ദിവസം വിളിച്ച് പുള്ളി കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെയുള്ള വലിയൊരു എന്താ പറയേണ്ടത്, ഒരു സഹതാപവും സഹായ മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ആരും അറിയിക്കാതെ അങ്ങനെ പലതും പുള്ളി ചെയ്യുന്നുണ്ട്. മുൻപ് തന്നെ ഒരുപാട് വയനാടൊക്കെ എനിക്ക് പറയുന്ന ഒരുപാട് കുട്ടികളുടെ ഓപ്പറേഷനും കാര്യങ്ങളും ഇതൊക്കെ പുള്ളി ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയിക്കാനോ പബ്ലിസിറ്റി ഇപ്പോൾ ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല, പുള്ളിയുടെ ക്യാരക്ടർ പറയാം. പുള്ളിയുടെ ഒരു നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ സുഹൃബന്ധം പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അടുക്കാൻ കുറച്ച് പണിയാണ്. ആളെ ശരിക്കും മനസ്സിലാക്കിയിട്ടേ അടുക്കുള്ളൂ. അടുത്ത് കഴിഞ്ഞാലോ അതിന് വേറെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പുള്ളിയോട്. അത് അങ്ങനെ പുള്ളിക്ക് അറിയാം ഒരാൾ എന്താണെന്നുള്ളത്. പിന്നെ ജീവിതം അനുഭവ പരിചയമൊക്കെ കൂടുതലുള്ള മനുഷ്യനാണല്ലോ. പിന്നെ മാത്രമല്ല ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള വില കൊടുക്കുന്ന ഒരു മനുഷ്യൻ. പലപ്പോഴും ഈ ചില വേഷങ്ങൾക്കൊക്കെ വേണ്ടി മമ്മൂട്ടി താങ്കളെ സഹായിച്ചെന്ന് ഒരു പൊതുവായി ഇങ്ങനെ തുറന്നു കേൾക്കുന്ന സംഭവമാണ്. ശരിയാണ് ശ്വാസത്തിൽ അതൊരു ഒരുപാട് പടങ്ങളുണ്ടായി. പുള്ളി തന്നെ സജസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പടത്തിലുണ്ടോന്ന് ചോദിക്കും. പറയും പുള്ളി പറഞ്ഞിട്ടായിരിക്കും. അത് ഡയറക്ടറൊക്കെ തന്നെ നമ്മളോട് പറയാം നിങ്ങൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ. ഇപ്പോഴൊക്കെ പുള്ളി അതിനുള്ള നമുക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ. വിളിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്യും. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളൊക്കെ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ടർബോ ആണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ അതിൽ ഇല്ല അങ്ങനത്തെ വേഷം എല്ലാം ഉണ്ടെങ്കിലേ വിളിക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു സിനിമ കിട്ടുന്നത് കൊണ്ടോ അല്ല അങ്ങനെയുള്ളൊരു ബന്ധമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലല്ല ഞാൻ പറയുന്നത്. കുറച്ച് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കും. അത് സിനിമയിൽ, പോലീസിലാണെങ്കിൽ ഇതേപോലെ നമ്മൾ ക്യാമ്പിലൊക്കെ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ആ ട്രെയിനിങ് ലാസ്റ്റ് പീരീഡ് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച് നമ്മൾ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കും. പക്ഷെ താങ്കളുടെ ഒരു കരിയർ നോക്കിയാൽ നല്ല കുറെ വേഷങ്ങൾ വരുന്ന ഒരാള് കോഴിക്കോടുകാരൻ രഞ്ജിത്താണ് അല്ലേ? പുത്തൻ പണത്തിലായാലും ഏറ്റവും പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്ന ലോഹത്തിലെ അമാനുള്ള അല്ലെ, അമീർ അമാനുള്ള എന്ന് പറയുന്നത് അതിന്റെ ഗെറ്റപ്പ് തന്നെ ഒരു ഡിഫറെന്റ് ആയിരുന്നു. നമ്മുടെ ഒരു ഹോളിവുഡ് താരം ഡെയിൻ ജോൺസനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അദ്ദേഹം അങ്ങനെ മാത്രം സെലക്ട് ചെയ്യാറുണ്ട് അതോ വിളിച്ചു തരുന്നതാണ്? ജോണി വാക്കറിന്റെ കഥ രഞ്ജിത്തിന്റെ അന്ന് മുതൽ ഉള്ള പരിചയമാണ്. പിന്നീട് വയനാട് ഇവര് പിന്നെ രഞ്ജിയേട്ടൻ, അതുപോലെ അഗസ്റ്റ്യേട്ടൻ, ഇവര് പിന്നെ VM ബിനു, അങ്ങനെയുള്ള ടീമുകൾ ഇവരെല്ലാവരും അധികം വയനാട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരും. അവിടുന്ന് ഭക്ഷണം കഴിക്കും, കുട്ടികളൊക്കെ ആയിട്ട് കളിക്കും. അങ്ങനെ നമ്മളെ മക്കളൊക്കെ ആയിട്ട് അത്രയും കുടുംബപരമായിട്ട് വളരെ അടുപ്പുള്ള വ്യക്തികളായിരുന്നു. ഏത് സമയത്ത് വയനാട് കയറുകയാണെങ്കിൽ അവർ വീട്ടിൽ വരാതെ പോകില്ല. അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട്. പിന്നെ മാത്രമല്ല അതുകൊണ്ട് രഞ്ജേട്ടന് വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്ത് ബന്ധം ഉണ്ടായാലും ശരി, പുള്ളി നമുക്ക് ഒരു വേഷം തരാൻ അത് പുള്ളിയുടെ മനസ്സിൽ വന്നാൽ മാത്രമേ പുള്ളി തരുള്ളൂ. അത് ഇപ്പം മറ്റേ പ്രജാപതിയിലെ കാട്ടി എന്ന് പറയുന്നത് എൻ്റെ 100ാമത്തെ സിനിമയാണ് പ്രജാപതി. അപ്പൊ അതില് ഇതേമാതിരി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു മുടി ഷോർട്ടായിട്ട് വെട്ടണം, മീശ പഠിക്കണം അതൊക്കെ പറഞ്ഞ് ഒക്കെ റെഡിയാക്കി. പിന്നെ വെള്ള ഷർട്ടും വെള്ളം മുണ്ടും പിന്നെ ഇവിടെ ഒരു പാനിയും ഒക്കെ കുത്തി അങ്ങനത്തെ ഒരു മൂക്കാന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഫസ്റ്റിൽ പറയുമ്പോഴൊന്നും എനിക്കതിന്റെ ഇത് മനസ്സിലായിട്ടില്ല. പിന്നീട് എടുത്തു വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞ മാതിരി കാട്ടിന്റെ വേറൊരു വേർഷൻ സാധനമാണ് പിന്നെ ഭീഷ്മപർവ്വം. പക്ഷെ കാട്ടി എല്ലാ കാര്യങ്ങളും ആക്ട് ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ അടിക്കാനും ഇതിനൊക്കെ മുന്നോട്ട്. ഇത് സാമ്യമായതുകൊണ്ട് പക്ഷെ എല്ലാം കഴിഞ്ഞു കുത്തിരിക്കുന്ന ആളാണ് എന്നുള്ളതും, അതുപോലെ ഈ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചലനം പോലും മനസ്സിലാക്കിയ അറിയാവുന്ന മൈക്കിളപ്പൻ ഒന്ന് അനങ്ങിയാൽ ഇത് എന്നതിനാന്ന് മനസ്സിലാക്കി അത് ഓഡിയൻസിന് മനസ്സിലാക്കി. അത് അമൽ നീരജ് സാറിന്റെ ഏറ്റവും വലിയൊരു കഴിവാണ്. അത് പടത്തിന്റെ ഷോട്ടുകൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സ് കണ്ടിരുന്നത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൽ നിന്നും മാറിക്കൊണ്ട് തിയേറ്ററിൽ വന്നപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വന്നത് വേറൊരു തലത്തിലാണ്. ഒരു ഉദാഹരണം, കരിയറിലെ ഏറ്റവും നല്ല അതായത് നമ്മൾ ശരിക്കും ഒരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ എന്താ പറയണ്ടത്, ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം വളരെ സൈലന്റ് ആയിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള, അത് ആ ഓരോ സീനിലും ഓരോ ഷോട്ടിലും അത് കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത് എനിക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം ആ ശിവൻകുട്ടിയായിട്ട് തന്നെ മരിക്കുന്നവരെ
ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. അത് എന്തോ ഒരു ഉദാഹരണം എന്തോ പറയാന്ന് പറഞ്ഞു. അതില് പിന്നെ ഈ മൈക്കിളപ്പൻ്റെ അടുത്ത് വന്നിട്ട് മറ്റേ നമ്മുടെ അമ്മയും മകളും കൂടിയും വന്നിട്ട് പരാതി പറഞ്ഞു കഴിഞ്ഞ് സാധാരണ ഇതിലപ്പം നമുക്ക് ചോദിക്കുന്നു, ശിവൻകുട്ടി നീ കൊച്ചിയിൽ പഞ്ഞിക്കിടുക എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അത് ഇങ്ങനെ അടിച്ചെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് കഴിഞ്ഞാൽ ഇത് അവരെയും കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കാണിക്കും ഇമ്മീഡിയറ്റ് അടിയെ കാണിക്കുക. ഇത് അവിടെ നിന്ന് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വീട്ടിലുള്ള നടക്കുന്ന ഫംഗ്ഷന്റെ ഭാഗങ്ങൾ കാണിച്ച് മമ്മൂക്ക വന്ന് അവിടെ വന്ന് നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നത്, അവരങ്ങോട്ട് ഇരുത്ത് മറ്റേ അച്ഛനെ പിടിച്ചിങ്ങോട്ട് മാറ്റിയിരുത്തി അവരെ ഇരുത്തി ഒക്കെ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഫോട്ടോ എടുത്ത് എല്ലാം റെഡി ആകാൻ നേരത്ത് രമേശൻ വന്നിട്ട് പറയും, സാർ ശിവൻകുട്ടി വിളിക്കുന്നുണ്ട് കണ്ട് ഫോൺ. അപ്പം നിർത്തുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ എഡിറ്റിങ് അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അത് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് അവിടെ കോടതി കൊണ്ടുപോയി കാണിക്കേണ്ടതാണ്, ഒരു കേടുപാടും പറ്റാതെ ചാമിക്ക. അത് സത്യത്തിൽ പറഞ്ഞാൽ അത് കഴിഞ്ഞ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചായി പോയി. ഇപ്പൊ പറയുമ്പോഴും കൂടി ഉണ്ട് അത് മിക്ക ആൾക്കാരും തിയേറ്ററിൽ ഭയങ്കര ആരവായിരുന്നു. അതുപോലെ ശിവൻകുട്ടി ബോംബെക്കാരാ ജാവോ എന്ന് പറയണം, ശിവൻകുട്ടി ബോംബെക്കാരാ ജാവോ എന്ന് പറയണം എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടാകുക. പക്ഷെ മമ്മൂക്ക അമൽ സാറിന് എന്നോട് പറഞ്ഞാണ്, മമ്മൂക്ക പറഞ്ഞപ്പോ അത് ശിവൻകുട്ടിയിലെ വിളിയിൽ ഭയങ്കര ഇന്റിമസി, ബോംബെക്കാരാ ഒരു കളിയാക്കല്, ജാവോ എന്ന് പറയണം. ഈ 2 തവണ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു ജാവോ ഉണ്ട് പുള്ളിയുടെ, ഫുൾ ഡിസിഷനാണ്, പോയിട്ടില്ലെങ്കിൽ ബാക്കി പണിയാണ് എന്നുള്ളത് അതിൽ ആ ജാവോലുണ്ട്. ബോംബെക്കാരാ ജാവോ എന്ന് പറയണം. അതൊക്കെ മോഡുലേഷനും അതിന്റെ കാര്യങ്ങൾ നമുക്ക് അതൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാം നമ്മൾ ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോഴും ചെറിയ സീനൊക്കെ നമ്മൾ ഡബ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ നമുക്കറിയാം നിങ്ങൾ നന്നായി ഡബ് ചെയ്തിട്ടോ. അപ്പൊ അത് വരെ ശ്രദ്ധിക്കുമോ ഓരോ കാര്യങ്ങളും. ഇപ്പോഴും പുള്ളി വെറുതെ പറയല്ല, പുള്ളി ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിൽ അഭിനയിക്കാനുള്ള ആ അഭിനയത്തോടുള്ള ആർത്തിയും അത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള അതിനുള്ള പഠനവും. ബാക്കി എല്ലാവരും നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് പറഞ്ഞത് അഭിനയിക്കുന്നതുകൊണ്ടാണ് അവര് ഇപ്പോഴും അങ്ങനെ അവരെ കൂടെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കും കുറെ മാറ്റങ്ങളൊക്കെ വന്നതല്ല. അതിൽ സത്യമാണത്. നമുക്കായാലും ലാലേട്ടനായാലും അവിടെയൊക്കെ ലാലേട്ടൻ്റെ ഒക്കെ ഒരു ലുക്ക് മതി, ഒരു ലുക്കിന് അതിലെല്ലാം ഉണ്ടാകുന്ന അങ്ങനത്തെ തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഞാനീ പറഞ്ഞ ലോഹത്തില് ലാലേട്ടന്റെ കൂടെയാണ്. അപ്പൊ ലാലേട്ടൻ ആദ്യം കാണുന്നത് എവിടെ വെച്ചാണ്? ലാലേട്ടനെ ഫസ്റ്റ് പടം ചെയ്യുന്നത് പിൻഗാമിയാണ്. സത്യന്റെ പടം, സത്യൻ സാറിന്. അതിനു മുമ്പ് ലാലേട്ടന്റെ കല്യാണത്തിന് എനിക്ക് ലെറ്ററൊക്കെ അയച്ചത്. അതെങ്ങനെ വന്നു? എനിക്ക് ഒരു കാർഡൊക്കെ വന്നിട്ടുണ്ട്, എഴുതിയ ഒരു ലെറ്റർ. മുടവൻ മുകളിലുള്ള എന്റെ വീട്ടിൽ വെച്ച് ഇവിടുന്ന് വരണം എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ കാരണം വെച്ചാൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കത്ത് വരാൻ പരിചയമുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് അഭിനയിക്കുന്നത് പിൻഗാമിയിലാണ്. പിന്നെ ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാലേട്ടൻ്റെ കമ്പനി പടങ്ങളിൽ മിക്കവാറും എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതേമായിട്ടുള്ളൊരു ആദ്യത്തെ കാഴ്ച എവിടെ വെച്ചായിരുന്നു? ഈ പിൻഗാമിയുടെ സമയത്ത് തന്നെ പരിചയപ്പെടുന്നു. പിൻഗാമിയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നല്ല ബന്ധമായി. നല്ല ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്താ പറയണ്ടത്, ഇപ്പോഴും ആ നല്ല രൂപത്തിൽ അദ്ദേഹത്തിന്. പിന്നെ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ശരീരത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബ്രോഡ് ശരീരമാണ് പുള്ളിയുടെ. റിബ് ഗേജൊക്കെ ഭയങ്കര വോളിയം. ശരിക്കും ശരിയായൊരു നല്ല വലിയ ടോപ്പ് ബിൽഡേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫ്രെയിമാണ്. അപ്പം അത് വളരെ ഒതുക്കി കൊണ്ടുവന്ന് പഠിച്ച് പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വർക്കൗട്ട് ചെയ്യണം, ഹെവി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ പുള്ളി അത് മസ്റ്റായിട്ട് ചെയ്യും. നല്ല സ്ട്രെങ്ത്തുമാണ്, നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്. നിങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ. ഞാൻ ലോഹത്തിന്റെ സമയത്ത് ഞാൻ വൈറ്റ് ഫോർട്ടിൽ താമസിച്ചിരുന്നു, എറണാകുളത്ത്. പുള്ളി അവിടുന്ന് പുള്ളിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഗ്രൗണ്ട് ക്ലാസ്സിൽ പോയിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. 1.5 മണിക്കൂർ ചെയ്താലൊന്നും മതിയാവില്ല പുള്ളിക്ക്. ചെയ്യാൻ തുടങ്ങിയാൽ അസലായിട്ട് ചെയ്യും. നല്ല വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് സമയത്തും അതിലൊരു കോൺഷ്യസ് ആണ് പുള്ളി, ചെയ്യണം നല്ല. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന പുള്ളി ആവശ്യത്തിന് കഴിക്കും, ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണ് പുള്ളി ചെയ്യുന്നത്. പക്ഷെ ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയെക്കാട്ടിയും മോഹൻലാലിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ പടം വെച്ചിരിക്കുന്നത് നോക്കിയപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം ബാബുവിനൊപ്പം കൂടുതൽ പടങ്ങൾ ഒരുപാട്. ആ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പകല് ബാബുവിന്റെ പടം, രാത്രി സുരേഷ് ചേട്ടന്റെ പടം, അങ്ങനെ മാറി. ഫൈറ്റൊക്കെ തന്നെ ആയിരിക്കും അധികവും. ഫൈറ്റും ഓട്ടവും ചാട്ടവും അങ്ങനെയുള്ള ബഹളം ഒരുപാട് പടങ്ങൾ. സുരേഷ് ചേട്ടന്
ആദ്യകാല ഇൽബദൂർ പി രാജൻ, ആ അങ്ങനെ ഒരുപാട് രജപുത്രൻ, അങ്ങനെ ഒരുപാട് പടങ്ങള്, ഡാഡിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ എപ്പോഴും ആ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. കുറെ കാലം ഇങ്ങനെ ഈ ചെറിയ വേഷങ്ങൾ, ഇടികൊള്ളുന്ന വേഷങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു മടുപ്പ് എപ്പോഴും തോന്നി? ഒരിക്കലും എനിക്ക് ഒരു ചെറിയ വേഷമാണെങ്കിലും എനിക്ക് കിട്ടിയത് അത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് നന്നായി എന്നുള്ളത്. അതെന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് നമ്മൾ വിശകലനം ചെയ്യും. അതുപോലെ വിമർശനം കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ മക്കളും ഭാര്യയും ഒക്കെ തന്നെ പറയും. മോശമായിട്ടുള്ളത് നന്നായത് നന്നായി എന്ന് പറയും. ചില റോളുകൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അയ്യോ വേണ്ടിയിരുന്നില്ല എന്നുള്ളത് തോന്നും. പക്ഷെ സിനിമയല്ലേ, എന്താവും എന്നുള്ളത് പറയാൻ പറ്റും. ഇപ്പൊ ഒരു സിനിമ തന്നെ ഇപ്പൊ എല്ലാ സിനിമയും ഇപ്പം സൂപ്പർ സ്റ്റാറുകളായാലും ഇപ്പൊ ഇവരായാലും ആരായാലും ശരി, ഒരു സിനിമ എടുക്കുന്നത് വിജയിക്കും, നന്നാവും എന്നുള്ള വിശ്വാസം തന്നെയാണല്ലോ അഭിനയിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. വന്നു കഴിയുമ്പോഴല്ലേ അതിന്റെ റിസൾട്ട് വരുന്നത്. അത്തരത്തിൽ ആ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ല. ഇപ്പോഴും എനിക്ക് ചെറിയ വേഷമാണെങ്കിൽ അത് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഇതിനിടയ്ക്ക് നോക്കുന്നത്, കാരണം എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു ശരീര പ്രകൃതിയും ഒരു രൂപമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വില്ലൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രനായകൻ അല്ലെങ്കിൽ ഒരു കൂടെ നിൽക്കാവുന്ന ഒരാളെന്നുമാണ്. പക്ഷെ വളരെ നല്ല ഹ്യൂമർ വേഷങ്ങൾ, അതായത് ഹാസ്യപ്രധാനമായി ആ ഒരു സ്ഥാനം എനിക്ക് തോന്നുന്നത് ദിലീപ് സിനിമകളിലാണ് കൂടുതൽ കണ്ടുള്ളത്. ദിലീപാണ് ഈ പറഞ്ഞ ഗരുഡൻ, മായാമോഹിനി അല്ലേ? അതെ. പുള്ളിയാണോ ഇത് ശരിക്കും? പുള്ളി തന്നെ സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും, അബുക്ക ഇങ്ങനെ ഒരു പടമുണ്ട്, അതിൽ നമുക്ക് ഇങ്ങനെ ഒരു വേഷം, ഒരു സീനേ ഉള്ളൂ, പക്ഷെ അത് അബുക്ക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം CID മൂസയിലും പുള്ളി ഫസ്റ്റ് ചെയ്യുന്ന പടത്തിന് ഞാനന്ന് താമരശ്ശേരിയിൽ SI ആയിരിക്കുക. അപ്പോൾ താമരശ്ശേരി സ്റ്റേഷനിൽ കാണാൻ ആലുവിനെ കൂടി ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ദിലീപ് സംസാരിച്ച് ദിലീപ് എന്നോട് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാണ്, അവൾക്ക് അതിൻ്റെ ഒരു വേഷം ചെയ്യണം എന്നാണ്. അങ്ങനെ വിളിച്ചിട്ടാണ് പോയി ചെയ്യുന്നത്. അപ്പം ഏത് പടത്തിലായാലും ശരി ഒരു കോമഡീൻ്റെ ഒരു സീക്വൻസ് പുള്ളി വെക്കും. ഇൻസ്പെക്ടർ ഗരുഡിൽ എന്നിട്ട് അടിച്ചിട്ട് പിന്നെ ഇയാളെ കസേര എടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾക്ക് കള്ളൊഴിച്ചു കൊടുത്തിട്ട് എൻ്റെ വില പോയി എന്നൊക്കെ പറയുന്ന ആ സീന്, പിന്നെ മായാമോഹിനിയിൽ സുഖമില്ലാത്ത കുട്ടിയാന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് ഇപ്പം മൈ ബോസിൽ, അതൊക്കെ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു പടം വരുന്നുണ്ട്, അതിൽ നമുക്കൊക്കെ ഒരു സാധനം ഉണ്ട് കേട്ടോ എന്നൊക്കെ. അങ്ങനെ അതിലേക്കൊരു കൊണ്ടുവന്നത് പുള്ളിയാണ്. സബാൻ എന്നുള്ള കഥാപാത്രം, സബാൻ എന്നുള്ള അത് മാർത്താണ്ഡന്റെ ജോണി എസ് അപ്പ. അതും വളരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മാർത്താണ്ഡൻ വിളിച്ചപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ് പുള്ളി ഇത്രയും പടങ്ങൾ ചെയ്താലും ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഇറങ്ങിയത് ആ പടത്തില് നമ്മുടെ സീക്വൻസ് വെച്ച്. ഡയലോഗ് പല ഡയലോഗും എന്നാ വലിയ വീടാ കാശിന്റെ കഴപ്പ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പലതും. അതുപോലെ മുട്ടിനൊക്കെ ഇത് തേച്ചിട്ട് കാണുന്നവർ വിചാരിക്കും ഭയങ്കര മസിൽ പിടിക്കുകയെന്ന്, കാരണം ജോയിനിലൊക്കെ വേദന വന്നിട്ട് വാമ തേക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ അതില്. പിന്നെ ഇപ്പം മലയാളിയാണ് ഷാജോൺ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മലയാളി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക ഫസ്റ്റില്. ആ ഒരു അങ്ങനെ ഉണ്ടല്ലോ ചില ക്യാരക്ടർ നമുക്ക്. അതുപോലെ മമ്മൂക്ക ഇപ്പോഴും ചില സമയത്ത് കാട്ടി എന്ന് പറഞ്ഞ് വിളിക്കുവാൻ, പ്രജാപതിയിലെ കാട്ടീന് അല്ല കാട്ടി എന്നുള്ളത് പറയും. ആ ഒരു ചില ക്യാരക്ടർ അങ്ങോട്ട് വന്ന് പതിക്കുന്നുണ്ടല്ലോ, അത് ആൾക്കാർക്കും. പിന്നെ സിനിമയിൽ വേറൊരു കാര്യമാണ്, നമ്മൾ കോമഡി ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലൻ വേഷം ചെയ്ത ആൾക്കാർ ചെറിയൊരു സംഭവം ചെയ്താലും ആൾക്കാർക്ക് അത് നല്ല കോമഡി ആയിട്ട് എറിയിക്കും. ജനാർദ്ദന ചേട്ടൻ സാമാന്യതായിരുന്നു. അതെ അതെ, ഈ പറഞ്ഞ ഹനീഫക്ക, അങ്ങനെയുള്ള വില്ലന്മാർ എന്ത് ചെയ്താലും ജനാർദ്ദന അതേ പറഞ്ഞു അല്ലേ? അതാണ്. പക്ഷെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള വേഷമാണ്. ചെയ്യാനും പാടാണ്. അംഗീകരിക്കാൻ വേണം ആളുകൾക്ക്. അതെ, ആൾക്കാർ ചിരിക്കണം. ചിരിച്ചില്ലെങ്കിൽ വളരെ ബോറായിരിക്കും, ചിരിച്ചാൽ വളരെ വിജയമായിരിക്കും. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനം ഇല്ല കോമഡിക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു മുഴുനീള കോമഡി വേഷമാണെന്ന് ഇപ്പം ചെയ്യുന്നല്ലേ? ഇപ്പൊ ചെയ്യുന്ന പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയിൽ ഫഹദ് ഫാസിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സജിൻ ഗോപു നായകനാവുന്നു. സജിൻ ഗോപുവിന്റെ അച്ഛനായിട്ടാണ് ഞാൻ അമ്പാന്റെ. ക്യാരക്ടർ വരുന്നത് എന്റെ ക്യാരക്ടർ അതും വെറൈറ്റിയാണ്. ആണല്ലേ? മകന്റെ പേര് സുഗു, എന്റെ പേര് സുജിത് കുമാർ. അതിൽ തമ്മിൽ ക്ലാഷ് ഉണ്ടാവും അവനായിട്ട്. അവന് പേര് സുഗു. അതൊക്കെ സിനിമ കാണുമ്പോ അറിയാം. വളരെ നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്തൊരു പടമാണെന്ന് തോന്നുന്നു. വളരെ 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 ഒരുപാട് ത്രൂ ഔട്ട് ഉണ്ടെന്ന് തോന്നല്ലേ? ത്രൂ ഔട്ട് ഉണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞു വരുന്നതാണ്. ഇന്നലെ കഴിഞ്ഞു. പക്ഷെ ഒരു സീനിലായിട്ട് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട്. അപ്പൊ ഒരു ദിവസത്തെ വർക്കും കൂടി ഉണ്ട്. അതിനിപ്പോ 17-ാം തീയതി 18-ാം തീയതി പോയി ചെയ്യണം. ഒരുപാട് പേര് ഇപ്പൊ ഞാനടക്കമുള്ള വിചാരിച്ചിരിക്കുന്നത് ജോഷി സാറിന്റെ സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന ചേട്ടനാണ്. ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിച്ചു ഏതൊക്കെ പടമാണെന്ന് നോക്കിയപ്പോഴാണ് താങ്കൾ ഈ ഒരു പടത്തിലുണ്ട്. എന്താണ് ഈ ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിക്കാത്തത്?
ജോഷി സാറിന്റെ പടത്തിൽ ഇതുവരെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്നുള്ള എനിക്കും അറിയില്ല. പക്ഷെ അധികം ആൾക്കാരുടെ വിചാരം ഞാൻ ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള. എനിക്ക് പോത്തൻ ബാബയിൽ ഒരു റോള് പറഞ്ഞിട്ട് അത് എല്ലാം ഫിക്സ് ചെയ്ത്, അപ്പൊ ആ സമയത്ത് എസ് യുവർ ഓണർ എന്ന് പറഞ്ഞൊരു പടം ബി എം വിനോട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ മറ്റേതിന്റെ ഡേറ്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിനോട്ടിനോട് പറഞ്ഞു ഇങ്ങനെ ജോഷി സാറിന്റെ പടം ഇത് വന്നിട്ടുണ്ട്. അപ്പൊ വിനോട് പറഞ്ഞു നമ്മളെ പടത്തിൽ എപ്പോഴും ചെയ്യുന്നില്ല, പ്രശ്നമില്ല, നീ ജോഷി സാറ് പടം ചെയ്തു പറഞ്ഞ് ഈ പടം കട്ട് ചെയ്ത് ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തു. പക്ഷെ അത് തുടങ്ങുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നേ വിളിച്ച് ഞാൻ ഇത് തുടങ്ങാറായി പറഞ്ഞപ്പോൾ ഞാൻ എന്നാ ഡേറ്റ് വരേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതെന്തോ ചേഞ്ച് ഉണ്ട് കേട്ടോ എന്നുള്ള സംശയം. അങ്ങനെ പിന്നെ അത് പോയി. എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിനോദിനോട് പറഞ്ഞു, വിനോട്ട അത് എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറെ ചെറിയൊരു സാധനം ഉണ്ട് ഇതിൽ ഒരു ഗാനം വീണ്ടും മറ്റേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ ജോഷി സാറ് എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരു പറ്റിയൊരു സാധനം വരെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അത് ഇത് കണ്ടപ്പം ഭീഷ്മറോ കണ്ട് എൻ്റെ അടുത്ത് അല്ല ശിവൻകുട്ടി എല്ലാവരും ഒന്ന് ഓർമ്മ ശിവൻകുട്ടി അപ്പൊ അത് പറയും ചെയ്തു. സാധാരണ അബു സലീം അല്ലാതെ വേറൊരു എന്താ പറയേണ്ടത് ഭയങ്കര മമ്മൂക്കാനോട് പറഞ്ഞു മമ്മൂട്ടി ഇയാള് നന്നായി ചെയ്തിട്ടുണ്ട് അത്. അപ്പൊ സിബി സാറ് പറഞ്ഞു എനിക്ക് ഇയാളെ മനസ്സിലായതേ ആർട്ടിസ്റ്റ് ഞാൻ അങ്ങനെ ആലോചിക്കുക. കുറെ കഴിഞ്ഞപ്പോഴേ എനിക്ക് അബു സലീം അത് മനസ്സിലായതെന്ന് പറഞ്ഞു. അത്രയും ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. ഈ മാസം അവസാനമാണെന്ന് എൻ്റെ അറിവ്. മറ്റേ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് അതിനകത്ത് എനിക്ക് ടൈറ്റിൽ ക്യാരക്ടർ തന്നെ. അതെ അതെ അതെ. അതെന്താണ് അതിന്റെ വിശേഷങ്ങൾ? അത് പിന്നെ നമ്മുടെ ഷാജി സാറിന്റെ മകനാണ്, ഷാജി കൈലാസിന്റെ ആനിയുടെ മകനാണ്, ചെറിയ മകനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അതൊരു ചായക്കടയൊക്കെ നടത്തുന്ന ഒരു സുകുമാരക്കുറുപ്പാണ്, റാംബോ സുകുമാരക്കുറുപ്പ് എന്നാ പറയാ. പുള്ളി റാംബോന്റെ മാതിരിയുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇവര് പിന്നെ ഒരു ഗ്യാങ് പിള്ളേര് അവരൊക്കെയാണ് ഹോട്ടലിൽ സപ്ലൈയും കാര്യങ്ങളും ആ റെസ്റ്റോറൻറ്റിൽ. അപ്പം അതിനോട് ചുറ്റിപ്പറ്റി അവരുടെ കഥയും അതിന് അവരെ സഹായിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളായിട്ട് നല്ലൊരു എന്താ പറയണ്ടത് ഒരു രസമുള്ളൊരു പടമാണ്. പിള്ളേർക്ക് കാണാൻ പറ്റിയ നല്ലൊരു ഇപ്പോഴത്തെ തലമുറക്കുള്ള ഒരു ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണത്. എന്റെ ഏറ്റവും വലിയ ഫാൻ ബോയ് എന്ന് പറയുന്നത് അർണോൾഡ് ഷ്വാർസെനെഗറാണ്. അർണോൾഡ് ശിവശങ്കരൻ എന്ന് പറഞ്ഞിട്ട് AK സാജന്റെ പടം അനൗൺസ് ചെയ്തിരുന്നു. എന്താ അതിന്റെ? അതിപ്പോ നമ്മളിപ്പോ ഈ അതെ അതെ ഇയർ എൻഡിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പൊ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു സംഭവമാണ്. അത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഓഫീസറാണ്, റിട്ടയർഡ് ആയ ആളാണ്, പിന്നെ ബോഡി ബിൽഡറാണ്, ആർണോൾഡ് ഫാനാണ്. അപ്പൊ നമ്മുടെ യഥാർത്ഥ ലൈഫാണ് അത്. നേരെ അബു സലീം എന്നുള്ള മാറിയിട്ട് ശിവശങ്കരനായി മാറുന്നു. പക്ഷെ വേറെ കഥയിൽ വരുമ്പോൾ വൈഫ് മരിച്ച ആളാണ്, മകനുണ്ട്, മകൻ ഗൾഫിൽ, പിന്നെ നമ്മളിവിടെ നാട്ടിൽ. അങ്ങനെ മകനും അങ്ങോട്ട് ക്ഷണിക്കുന്നു, മകനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഫാമിലി അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, സെന്റിമെന്റ്സ്, കോമഡി, ആക്ഷന് എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു സിനിമയായിരുന്നു. 45 വർഷമാകുന്നുള്ള ഒരു ഇതായിട്ട്. അപ്പൊ അതിലേക്ക് ആദ്യത്തെ കുറെ ചെറിയ ചെറിയ വേഷങ്ങൾ. പക്ഷെ ഇവിടെ നായകനാകുന്നു, ടൈറ്റിൽ ക്യാരക്ടറിലേക്ക് വരുന്നല്ലേ. ഒരു വർഷം 45 വർഷം തികഞ്ഞ ഒരു അപൂർവം വർഷമേ ഉള്ളൂ. മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ശരിക്കും അങ്ങനെ നോക്കിയാ വരുന്നത്. പക്ഷെ വയനാട്ടിൽ അതൊരു വലിയ ആഘോഷമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വയനാട് മുഴുവനും ഒരു ജനസമുദ്രമായതായിരുന്നു ആ 45 വർഷത്തെ ആഘോഷം. ആരായിരുന്നു അതിന്റെ മുൻകൈയൊക്കെ എടുത്തത്? അത് നമ്മുടെ കുറെ ഫ്രണ്ട്സും പിന്നെ ഗൾഫിലുള്ള കുറച്ച് ഫ്രണ്ട്സ് അവരൊക്കെ കൂടിയാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ചെയ്തത്. പിന്നെ അത് നാദിർ ഷാന്റെ മറ്റേ ഗാനമേളയും പരിപാടികൾ ചുരുക്കിയ ആൾക്കാർ മാത്രമേ പെട്ടെന്ന് നമ്മളത് നടക്കൂല എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നുള്ള മമ്മൂക്കാക്ക് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതൽ എന്ന് പറഞ്ഞ സിനിമന്റെ ഷൂട്ടിങ്ങിലായിരുന്നു. ഇപ്പൊ ജ്യോതികന്റെ ഡേറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത ഡേറ്റ് മമ്മൂക്കാക്ക് വന്നു കഴിഞ്ഞാൽ 3 ദിവസം നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ആ സിനിമക്ക് പിന്നെ അവരെ കിട്ടാനൊക്കെ പണിയാവും. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് വേണ്ടെന്നുള്ള പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ജനങ്ങൾ ഭയങ്കരമായിട്ട് ആകെ ചുരുങ്ങിയ 4-5 ആൾക്കാർ, നമ്മളെ സ്പടികൻ ജോർജ്, റിയാസ് ഖാന്, പിന്നെ ബൈജു വന്നു, തിരുവനന്തപുരം ബൈജു, അങ്ങനെ ഡയറക്ടർ കണ്ണൻ താമരംകുളം, അങ്ങനെ സലാം ബാപ്പു, പിന്നെ അങ്ങനെ ചുരുങ്ങിയ കുറച്ച് ആർട്ടിസ്റ്റ് മാത്രം വന്നിട്ട് ആ SKMJ ഗ്രൗണ്ടിൽ ഓപ്പൺ പ്ലേസ് നടത്തി 30,000 ആള് പങ്കെടുക്കും. വയനാട് കണ്ട ഏറ്റവും വലിയ പരിപാടികൾ. വയനാട് കണ്ട ഏറ്റവും വലിയ പരിപാടി. അതിലപ്പുറം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല, ഇനി വന്നാലേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മളെന്താ വെച്ചാൽ നമുക്ക്
ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങോട്ട് മലബാർ മേഖലയിൽ ഇപ്പോൾ കോഴിക്കോട് തന്നെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ നടന്മാരൊക്കെ ഇപ്പം പപ്പുവേട്ടൻ, മാമുക്കോയക്ക, പിന്നെ നാരായണൻ നായർ, പഴയ കുഞ്ഞാണ്ടി ചേട്ടൻ, നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ, ഇവരൊക്കെ സിനിമയിലെ ബാലനക്കിയ നായർ, ഇവരൊക്കെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ഇവിടെ രാവിലെ മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റ് പോകും, വിമാനം പോകും, അങ്ങനെയൊക്കെയുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള നടന്മാരാണ് നമ്മൾ കണ്ടു വളർന്നതും അതാണ്. പിന്നെ ഞാൻ എൻ്റെ ജോലി പോലീസിലായതുകൊണ്ടും ജനങ്ങളിലേക്ക് എപ്പോഴും ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലാതെ സിനിമാ നടൻ എന്ന് പറഞ്ഞ് മാറി എന്നുകൊണ്ടുള്ളൊരിതില്ല. അപ്പോൾ ജനങ്ങളെ അവരെ എങ്ങനെ പിന്നെ എന്താ പറയണ്ടത്, അവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത് നമ്മളൊരു താരപരിവേഷം ഇല്ലാതെ സാധാരണ ആൾക്കാരായിട്ട് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കാണുന്ന യഥാർത്ഥ ജീവിതത്തിലുള്ള മാതിരി തന്നെ അവരോട് പെരുമാറാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലുണ്ട്. നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും പോലീസുകാരൻ എന്നുള്ള ആനുകൂല്യം സിനിമയിലും ഒരു സിനിമാ നടൻ എന്ന ആനുകൂല്യം പോലീസിലും സമൂഹത്തിൽ ഇത് രണ്ടുമാണെന്നുള്ള ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ബുദ്ധിമുട്ടുകൾ വളരെ ചുരുക്കേ ഉണ്ടായിട്ടുള്ളൂ. ബാപ്പ പോലീസിലായിരുന്നല്ലേ? ബാപ്പ MSP-യിലായിരുന്നു. ബാപ്പയുടെ പേര് കുഞ്ഞമ്മദ്, അമ്മ ഫാത്തിമ. എനിക്ക് 6 മക്കളല്ലേ? 5 ആണ്, ഒരു പെണ്ണ്. ഞങ്ങള് എന്റെ പാപ്പക്ക് 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഒരു ഭാര്യയുണ്ട്, രണ്ടാമത്തെ ഭാര്യയാണ് എൻ്റെ ഉമ്മ. ഞങ്ങളിൽ 5 ആണ്, ഒരു പെണ്ണും, മറ്റേല് 4 പെൺകുട്ടികളാണ്. വലിയ കുടുംബമാണ്. വലിയ കുടുംബമാണ് ഞങ്ങള് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്സവത്തിനൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഞങ്ങള് പിന്നെ ഓണാഘോഷം, പെരുന്നാള്, നോയമ്പ്, അതെല്ലാം ഞങ്ങൾ ഒത്തുകൂടും. പിന്നെ മാത്രമല്ല ഞങ്ങളൊരു പ്ലാൻ, അതെല്ലാവരും അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. നമ്മളിപ്പം അധിക കുടുംബങ്ങളും വേറെ താമസിച്ച് തമ്മിൽ അറിയില്ല. അപ്പം നമ്മൾ ഈ അറിയാൻ വേണ്ടി നമുക്കൊരു വലിയൊരു കാര്യം എൻ്റെ മകള് എൻ്റെ വൈഫും കൂടി താല്പര്യം, എൻ്റെ ജ്യേഷ്ഠനും എല്ലാം കൂടി താല്പര്യം എടുത്തിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഒരു 1 ഡിഷ് പാർട്ടി എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് വന്നു. 1 ഡിഷ് പാർട്ടി, ഒരു ഡിഷ് എന്ന് പറയുള്ളൂ. പക്ഷേ ഇപ്പൊ ഒരു വീട്ടിൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 ആൾക്കാരുണ്ട്. എൻ്റെ പെങ്ങളെ വീട്ടിൽ അവർ 5 ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഈ 7 ആൾക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക, അവരെ 5 ആൾക്കുള്ള ഭക്ഷണം, അങ്ങനെ എല്ലാവരും ഞങ്ങൾ 101 ആൾക്കാരുണ്ട്. ഞങ്ങൾ വാപ്പാന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് പുറത്താണ്, പക്ഷെ എപ്പോഴും നോക്കിയാലും ഒരു 10-60 ആൾക്കാർ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഒരു വീട്ടിൽ കൂടും, മാസത്തില് കഴിയുന്നത് ഒരു മാസത്തിൽ. കോവിഡ് ആയപ്പോൾ മാത്രം ഒരു ഇത് വന്നത്. മാസത്തിലൊരിക്കൽ ഒരു വീട്ടിൽ കൂടും. അപ്പം എല്ലാവരും കൊണ്ടുവരുന്ന ഭക്ഷണം മിക്സ് ചെയ്തിട്ട് പിന്നെ ഓരോരുത്തർക്ക് വേണ്ടത് മാറി കഴിച്ച് രാവിലെ മുതൽ രാവിലത്തെ ഉച്ചക്കത്തെ രാത്രി കഴിഞ്ഞിട്ടേ പിരിയുള്ളൂ. അപ്പം ആ ദിവസം കുട്ടികളും എല്ലാവരും കൂടി പല കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് അപ്പം ആ ഒരു കുടുംബ ബന്ധം ശരിക്ക് പുലർത്താൻ പറ്റും. ഭയങ്കര അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പരസ്പരം ആരൊക്കെയാണെന്ന് അറിയാം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം, അത് വലിയൊരു കാര്യമാണ്. വൈഫിന്റെ ഒരു ഉമ്മക്കുൽസും. എനിക്ക് ഒരു സിനിമയിൽ അങ്ങനെ ഒരു പേര് അതിനകത്ത് തന്നെ കോപ്പടിച്ചാണ് അത് ഷാജി സാറ് ഷാജി കലാസിൽ പടം. അപ്പൊ മോളോട് പേര് ഉമ്മക്കുൽസ് പറയുന്നത് അത് അങ്ങനെ ഒന്നല്ലല്ലോ. അല്ല എനിക്കൊന്ന് പിന്നെ കോഴിക്കോടാണ്. ഇനി അവര് പറഞ്ഞാണെന്ന് അറിയില്ല, അവർക്ക് അറിയാം. കോഴിക്കോടാണ്. കോഴിക്കോട്. പിന്നെ വയനാടും കോഴിക്കോടുമായിട്ട് നല്ല നമ്മുടെ സിനിമാക്കാർക്ക് എല്ലാവർക്കും നമ്മളായിട്ട് കണക്ഷനിൽ എല്ലാവർക്കും വൈഫിന്റെ പേരറിയാം, വൈഫിനെ അറിയാം. 2 മക്കള് അല്ലേ? അവർ രണ്ടുപേരുടെയും വിവാഹം കഴിച്ചു അല്ലേ? അതെ. മകള് സബിത, മരുമകൻ ആഷിക്ക്, മകളുടെ മകള് ലുത്ഫ, മകളുടെ മകൻ ലുവാന്, മകൻ സാനു സലീം, മരുമകള് റിസ്വാന, അലായ, അൽബിറ, 2 പെൺകുട്ടികളും, അസ്ലാൻ. അപ്പൊ ഇനി മുതുമുത്തച്ഛനാകണം. ഇനി അതെ. മറ്റവൾക്ക് 16 വയസ്സായി. ഇപ്പൊ 4-5 കൊല്ലം കഴിഞ്ഞാല് അതും സംഭവിക്കും. അത് നടക്കട്ടെ, അത് നടക്കട്ടെ. എനിക്ക് ഇപ്പം ചേട്ടൻ കൽപ്പറ്റയാണ് കൊണ്ട്, അല്ലെങ്കിൽ അവിടെയാണ് സ്ഥലം താമസിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇപ്പോ ഉരുൾപൊട്ടലുണ്ടായി പുത്തുമല, ഈ പറഞ്ഞ പോലെ പുത്തുമലയല്ല, ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞ ചുരൽമല മുണ്ടക്കൈ അങ്ങ് ഭാഗങ്ങളിലാണ് ഇതിന് സമാനം. ഇതിപ്പോ ഒരുപക്ഷെ നമ്മുടെ ലോകം മാത്രമല്ല, നമ്മുടെ എല്ലാവരും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരു സമയമായിരുന്നു. എനിക്ക് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലേ, ആ ചേട്ടനോട് ഉണ്ടായിരുന്നു, ഷൂട്ടിങ്ങിന്റെ തിരക്കുകളിലായിരുന്നു. പക്ഷെ അതിന് മുമ്പേ ഷോക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഷോർട്ട് ഫിലിമുണ്ട്. അതിന്റെ പശ്ചാത്തലം, അതിന്റെ ഒരു സബ്ജക്ട് തന്നെ ഈ ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് അല്ലേ? പക്ഷെ ദീർഘവീക്ഷണത്തോടു കൂടി ആ സിനിമ ചെയ്തു എന്നോ അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിം ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണം,
നിങ്ങളൊക്കെ നല്ല സെന്റിമെന്റ് സീനൊക്കെ അഭിനയിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ നമുക്ക് ശരത്ചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞ് ശരത്ചന്ദ്രനോട് സംസാരിച്ച് വേറെ കഥയെ ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ ശരത്ചന്ദ്രനാ പറഞ്ഞത് നമുക്ക് ഈ ഒരു ബേസ് ചെയ്തിട്ട് നമുക്കൊരു സാധനം ചെയ്യാം, അവിടെ തന്നെ ഷൂട്ടിങ് ചെയ്യാം. അതിന്റെ കുറെ ഫൂട്ടേജസ് ഒക്കെ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് അങ്ങനെ അവിടെ തന്നെ പോയിട്ടാണ് ഞങ്ങൾ ഈ കോവിഡിന്റെ ഒരു സമയത്താണ് അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ ആ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സ്പോട്ടിൽ പോയിട്ട് നമ്മളത് അഭിനയിക്കുമ്പോൾ അവിടെ അന്ന് 17 പേര് മരിച്ചു, 4 പേരെ കാണാനില്ല എന്നാ പറഞ്ഞത്. എത്രയാണെന്നുള്ളത് കണക്ക് അറിയില്ല. പക്ഷെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ മരത്തിന്റെ മുകളിലും ഒലിച്ചു വന്ന അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇതിന്റെ അടിയിലൊക്കെ ആളുണ്ടല്ലോ എന്നുള്ള, നമുക്ക് അഭിനയിക്കാനും അല്ലെങ്കിൽ കരയാനൊന്നും ഒരു എന്താ പറയേണ്ടത് ഒരു 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 സൈഡ് ഒരു ഗ്ലിസറിന്റെ ഒരു ഇതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം അത് ഉള്ളിൽ ആ ഒരു തേങ്ങൽ നമുക്ക് അറിയാണ്ട് വരികയാണ്. ഇപ്പോഴും നമ്മൾ ഈ ചുരൽമലക്ക് പോകണമെങ്കിൽ പുത്തുമല കഴിഞ്ഞ് പോകണം. അവിടെ എത്തുമ്പോഴുള്ള ആ സ്ഥലത്ത് എത്തുമ്പോഴുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ എന്താ പറയുക നിശബ്ദരായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റൂല അത്. പക്ഷെ ആ ദുരന്തത്തിനൊക്കെ വെല്ലുന്ന സാധനമാണ് ഇപ്പോൾ വന്നത്. അപ്പൊ അത്രയും ജനങ്ങളെ നമ്മളെ ഇടയ്ക്ക് പോയി കാണുന്ന സ്ഥലത്തുള്ള അവിടെ കൂടുതൽ പരിചിതരായിട്ടുള്ള ആൾക്കാരില്ലെങ്കിലും അറിയാത്തതായാലും നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ അവിടെ ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് മൊത്തം ഇല്ലാതെ ആകുകയാണ്. പുത്തുമല സമയത്ത് ഞാൻ പിന്നെ അതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആ സമയത്തൊക്കെ അവിടെ പോയി ആൾക്കാരുടെ കൂടെ നിന്ന് നമ്മൾ എല്ലാം കളക്ടറൊക്കെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു അന്ന്. ഇത് ആ സമയത്ത് എത്തിപ്പെട്ടില്ല. പക്ഷെ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റൂല. അതാണ് മാനസികമായിട്ട് നമുക്കത് താങ്ങാൻ പറ്റൂല. അത് ഈ 45 വർഷം 300-ഏറെ സിനിമകൾ, ഒരു നല്ല പിന്നെ ചെറിയ വേഷങ്ങളിൽ നിന്ന് ഇപ്പോൾ ടൈറ്റിൽ ക്യാരക്ടറിലേക്കൊക്കെ അടക്കം വരുന്നു, നായകതുല്യമായ വേഷങ്ങൾ വരുന്നു. ഇതൊക്കെ നമ്മളെ ഒരു നടനെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? ഇപ്പൊ ചെയ്യുന്നതൊക്കെ ധാരാളം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോലീസ്, സിനിമ, ബോഡി ബിൽഡിങ്, ഈ 3 മേഖലയാണ് എൻ്റെ ഉള്ളത്. അതുപോലെ തന്നെ കുടുംബം, ഇതിന്റെ അത് കൂട്ടത്തില് അത് ആദ്യം ഉള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഈ 3 സംഭവങ്ങൾ, ഇതിൽ 3ലും ഞാൻ സംതൃപ്തനാണ്. അപ്പം ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ പോകുന്നവരെ, മരിക്കുന്നവരെ അഭിനയിക്കുവാനും അതുപോലെ ജനങ്ങളോട് ഇടപഴകുവാനും ആരോഗ്യത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അതുപോലെ നിന്ന് മരിക്കുന്നവരെ പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പൊ ശരി, വളരെയധികം നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.